കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ സംസ്കാര തീയതി പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള. ഫെബ്രുവരി മാസം 23-ന് ഹസൻ നസറുള്ളയുടെ വലിയ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള മേധാവി നയീം ഖസീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട 5 മാസങ്ങൾക്ക് ശേഷമാണ് ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾ ലെബനനിൽ നടക്കുന്നത്. ലെബനനിലെ ബെയ്റൂട്ടിന് സമീപമുള്ള പുതിയ എയർപോർട്ടിനും പഴയ എയർപോർട്ടിനും ഇടയ്ക്കുള്ള പ്രദേശമായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾക്കായി തിരഞ്ഞെടുക്കുക എന്ന് ഇപ്പോൾ നയീം ഖസീം വ്യക്തമാക്കിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഫീദീൻ്റെ സംസ്കാര ചടങ്ങുകളും നടത്തും. നേരത്തെ ഫെബ്രുവരി മാസം 2-ാം തീയതി സംസ്കാര ചടങ്ങുകൾ നടത്താനായിരുന്നു ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ജനുവരി മാസം 26-ന് ലെബനനിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞ ഇസ്രായേലി സേന ലെബനനിൽ നിന്ന് പിന്മാറാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹസൻ നസറുള്ളയുടെ സംസ്കാര തീയതി ഇപ്പോൾ ഹിസ്ബുള്ള മാറ്റിവെച്ചിരിക്കുന്നത്. ഏറ്റവും രസകരമായ ഒരു കാര്യം, രാജ്യത്തെയും പുറത്തെയും ഇസ്ലാമിക വിശ്വാസികളെയും മതപണ്ഡിതന്മാരെയും ഒക്കെ ഈ സംസ്കാര ചടങ്ങിലേക്ക് ഹിസ്ബുള്ള വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രത്യേക നിബന്ധന നയീം ഖസീം എന്ന ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ തലവൻ തൻ്റെ അനുയായികൾക്ക് നൽകുന്നു. ഈ സംസ്കാര ചടങ്ങിൽ മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഭീകരവാദികൾ സാധാരണ നടത്താറുള്ളത് പോലെ ആകാശത്തേക്ക് തോക്കുയർത്തി വെടിവെക്കാൻ പാടില്ല. ആകാശത്തേക്ക് തോക്കുയർത്തി വെടിവെച്ചാൽ അത് നമുക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടും, അപകടങ്ങൾ വിളിച്ചു വരുന്നതിന് തുല്യമാകും. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആകാശത്തേക്ക് വെടിവെക്കുകയാണെങ്കിൽ അതൊരു അപകട സൂചനയായി കരുതി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അവിടേക്ക് ബോംബിടും. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഇൻ്റർസെപ്റ്ററുകൾ അവിടേക്ക് മിസൈൽ തൊടുക്കും. ചുരുക്കത്തിൽ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ഹിസ്ബുള്ള തീവ്രവാദികളുടെയും തല ഒന്നിച്ചു വീഴും. ഇസ്രായേലിനെ സംബന്ധിച്ച് എളുപ്പ വഴിയാണ്. കാരണം ഇനി ഓടി നടന്ന് ഹിസ്ബുള്ള തീവ്രവാദികളെ കണ്ടെത്തി കൊലപ്പെടുത്തേണ്ട കാര്യമില്ല, വധിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും ഒറ്റ സൈറ്റിൽ തന്നെ കൃത്യമായി കിട്ടുന്നുണ്ട്. ഇത് വളരെ കൃത്യമായ പദ്ധതിയാണ്. ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയാണ് നയീം ഖസീം എന്ന് പറയുന്ന ഹിസ്ബുള്ള തലവൻ പറയുന്നത്, സംസ്കാര ചടങ്ങിൽ ആകാശത്തേക്ക് വെടിവെക്കരുത്, വെടിവെച്ചാൽ ഇസ്രായേലി സേന നമ്മളെ തിരിച്ചടിക്കും, എല്ലാവരും കൂട്ടത്തോടെ ചത്തുവീഴും. ഇത് ഹിസ്ബുള്ള മേധാവിയുടെ ഒരു വലിയ മുന്നറിയിപ്പാണ്. എത്രമാത്രം ഭയക്കുന്നുണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിൽ നിന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അവരുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടിട്ട് അവരുടെ പരമോന്നത നേതാവായിരുന്ന ഹിസ്ബുള്ളയുടെ തലവനായി പതിറ്റാണ്ടുകൾ ഹിസ്ബുള്ളയെ നയിച്ച ഹസൻ നസറുള്ള സെപ്റ്റംബർ മാസം 27, 2024 കൊല്ലപ്പെടുന്നത്. ബെയ്റൂട്ടിന് സമീപമുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തുള്ള ഭൂഗർഭ തുരങ്കത്തിലിരുന്നുകൊണ്ട് ഭൂഗർഭ അറയിലെ അത്യാധുനികമായ ഓഫീസിലിരുന്ന് ഇസ്രായേലിനെ പണിയാനുള്ള കൂടിയാലോചന നടത്തുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ മാരകമായ ബോംബിംഗ് നടക്കുന്നത്. 10 കണക്കിന് ഭാരമുള്ള ബോംബുകൾ, ഏകദേശം 2000 പൗണ്ടിലധികം ഭാരമുള്ള ബോംബുകൾ ആ ആക്രമണത്തിന് പ്രയോഗിച്ചു എന്നാണ് പിന്നീട് IDF തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ഒന്നാകെ തകർന്ന് തരിപ്പണമായി. 26ഓളം വരുന്ന പ്രാദേശിക കമാൻഡർ അടക്കമുള്ളവരാണ് ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ രഹസ്യയോഗം മൊസാദ് കൃത്യമായി തിരിച്ചറിഞ്ഞു. മൊസാദിൻ്റെ ചാരന്മാർ ആ വിവരവും ഈ യോഗം നടക്കുന്ന കൃത്യമായ സ്ഥലത്തിൻ്റെ വിശദാംശങ്ങളും IDF-നെ അറിയിക്കുന്നു. ഉടൻ തന്നെ IDF-ൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ജെറുസലേമിൽ നിന്നും പറന്നു പൊങ്ങുകയാണ്. പിന്നീട് ചരിത്രപരമായ ഒരു ആക്രമണമാണ് ബെയ്റൂട്ടിന് സമീപം നടന്നത്. ഒറ്റ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നടുവൊടിഞ്ഞു. ഹസൻ നസറുള്ള എന്ന അവരുടെ പതിറ്റാണ്ടുകൾ വരെ നയിച്ച നേതാവ് വധിക്കപ്പെട്ടു. ഇത്രയും മാരകമായ ആക്രമണത്തിൽ നസറുള്ളയുടെ ശരീരാവശിഷ്ടത്തിൻ്റെ പൊടി പോലും കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ ഒരു ചടങ്ങ് നടത്തിയെന്നാണ് ഇപ്പോൾ നയീം ഖസീം പറയുന്നത്. ഇപ്പോൾ ഇതാ വലിയ ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താൻ പോവുകയാണ്. ഒരു വലിയ സംസ്കാര ചടങ്ങ് രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമുള്ള വിശിഷ്ടാതിഥികളെ, രാഷ്ട്രീയ നേതാക്കളെ, മതപുരോഹിതന്മാരെ, വിശ്വാസികളെ, മതപണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഫെബ്രുവരി മാസം 23-ന് ബെയ്റൂട്ടിൽ വലിയൊരു സംസ്കാര ചടങ്ങ് നടത്തുന്നു. ഹസൻ നസറുള്ള ഈ പ്രസ്ഥാനത്തിന് നൽകിയ, ഈ ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഞങ്ങൾ അവിടെയൊക്കെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ജനങ്ങളെ, ഹിസ്ബുള്ളയെ, അതുപോലെ ലെബനനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഈ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന അതിൻ്റെ അവസാനമാണ് പറയുന്നത്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ സാധാരണ നമ്മൾ നടത്താറുള്ളത് പോലെ ആകാശത്തേക്കുള്ള വെടിവയ്പ് നടത്തരുത്. ആകാശത്തേക്ക് വെടിവെച്ചാൽ അതോടുകൂടി നമ്മുടെ അന്ത്യമാകും.
ആകാശത്തേക്ക് വെടിവെച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും, അതോടുകൂടി നമ്മുടെ കട്ടപ്പുക ആകും. ഇത്രയും ഭീരുക്കളായിട്ടുള്ള ഒരു സംഘടന ലോകത്ത് വേറെയുണ്ട്. എന്നിട്ട് വെല്ലുവിളിക്കുന്നതോ ഓർക്കണം, എന്നിട്ട് വെല്ലുവിളിക്കുന്നതോ കഴിഞ്ഞ 65-70 ദിവസങ്ങളായി വെടിനിർത്തലാണ്. ഈ വെടിനിർത്തലിനിടയിലും ഇസ്രായേൽ അടിക്കേണ്ടിടത്തൊക്കെ കൃത്യമായി അടിക്കുന്നുണ്ട്. ബേക്ക വാലി താഴ്വരയിൽ 2 ഭീകരന്മാരെ കൊലപ്പെടുത്തി. മിസൈൽ അയച്ചായിരുന്നു, ഡ്രോൺ ആക്രമണത്തിലൂടെയായിരുന്നു ആ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. അതും ഈ നയീം ഖസീം എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് ഈ പ്രസംഗത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ഭീഷണി മുഴക്കി ഈ നയീം ഖസീം രംഗത്ത് വന്നിരുന്നു. എത്രയും വേഗം ഞങ്ങളുടെ ടെറിട്ടറിയിൽ നിന്ന് ഇസ്രായേലി സേന പുറത്തു പോവുക, അല്ലാത്ത പക്ഷം ഞങ്ങൾ വെടിനിർത്തൽ ലംഘിക്കും. നിങ്ങളിനി എന്ത് വെടിനിർത്തലാണ് ലംഘിക്കാനുള്ളത്? ആ വെടിനിർത്തൽ ഇങ്ങനെ നിരന്തരമായി ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതേ നയീം ഖസീം തന്നെ പറയുന്നു, ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതിനു ശേഷം 100-ലധികം തവണ വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഞങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നു കയറുന്നു. അതിന് ഇസ്രായേൽ പറഞ്ഞ മറുപടി കടന്നു കയറും. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആയുധം എടുക്കുന്നു എന്ന് തോന്നിയാൽ ആ നിമിഷം ഞങ്ങൾ അടിച്ചിരിക്കും. അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടതാണല്ലോ. സിറിയ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോ, അവസാനമായി ഉണ്ടായിരുന്ന കുറച്ച് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിപ്പോ, ആ ഡിപ്പോയിൽ നിന്ന് ആയുധങ്ങൾ മറ്റൊരിടത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ മൊസാദ് തിരിച്ചറിയുന്നു. അവിടേക്ക് അന്നേ ദിവസം തന്നെ അർദ്ധരാത്രിയിൽ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തുന്നു. ആ ഡിപ്പോ ഒന്നടങ്കം കത്തിച്ചാരമാവുകയാണ്. ഒന്നും മിണ്ടാൻ കഴിയാതെ ഇസ്ലാമിക ലോകം ഇങ്ങനെ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇറാൻ പോലും ഒരു അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ ഈ നയീം ഖസീമൊക്കെ വല്ലപ്പോഴും വന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ, അവരുടെ ആരാധകരെ അറിയിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുലമ്പിയിട്ട് പോകുന്നു. ആയത്തുള്ള അലി ഖമേനി വാ തുറന്ന് മിണ്ടിയിട്ട് മാസങ്ങളായി. ആയത്തുള്ള അലി ഖമേനി എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥ. ഇതാണിപ്പോൾ പശ്ചിമേഷ്യയിലെ ഇറാൻ്റെയും ലെബനൻ്റെയും സിറിയയുടെയും ഒക്കെ അവസ്ഥ. സിറിയയിൽ ഭരണം തന്നെ ഇല്ലാതെ, സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ കക്ഷത്തിനുള്ളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിന്നും ഗൊലാനി എന്ന് പറയുന്ന അവരുടെ പുതിയ നേതാവ് പറയുന്നു, ഇസ്രായേൽ മാറാൻ പറയുന്നിടത്തെല്ലാം ഇസ്രായേൽ പുതിയ താവളങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഗൊലാൻ കുന്നിൽ ഏറ്റവും ആധുനികമായ ബേസ് ക്യാമ്പ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. ഗൊലാൻ കുന്നിൽ ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി അവിടെ സന്ദർശനം നടത്തി. എന്തിനേറെ പറയുന്നു, ലെബനനിലെ തെക്കൻ ലെബനനുള്ളിൽ ലിറ്റാനി നദിക്ക് അടുത്തുവരെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെല്ലുന്നു എന്ന് പറയുമ്പോൾ രാജ്യങ്ങളുടെ അതിർത്തികളൊന്നും തന്നെ ഇസ്രായേലിന് ബാധകമല്ല എന്ന് ചിന്തിക്കണം. രാജ്യങ്ങളുടെ അതിർത്തികൾ ഇസ്രായേലിന് ബാധകമല്ല. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയും ഇസ്രായേലിൻ്റെ സൈനിക തലവനും ലെബനനുള്ളിൽ കടന്ന് ലെബനൻ്റെ മധ്യഭാഗം വരെ എത്തുന്നു. സിറിയയ്ക്കുള്ളിൽ കടന്ന് ഡമാസ്കസിന് സമീപം എത്തുന്നു. ഗൊലാൻ കുന്നിൻ്റെ ഏറ്റവും ഉയരത്തു നിന്നിട്ട് അവരിങ്ങനെ വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ഹെർമൺ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറയുകയാണ്, ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ഞങ്ങൾ മാറില്ല എന്ന് പറയുന്നു. അപ്പോൾ എത്രമാത്രം സൈനിക കരുത്താണ് ഇസ്രായേൽ കാണിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. എത്രമാത്രം സൈനിക കരുത്താണ് ഇസ്രായേലിൻ്റെ പക്കലുള്ളത്. ഇസ്രായേൽ അങ്ങനെ വെറുതെ പറയുന്നതല്ല. ഈ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക ഭീകര രാജ്യങ്ങളൊക്കെ തന്നെ പറയും പോലെ വെറും വാക്ക് പറയുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേൽ പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ഇപ്പോഴത്തെ സ്വന്തം നേതാവ്, സ്വന്തം തലവൻ മരിച്ചു കഴിഞ്ഞ് 5 മാസം കാത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ കനിവിന് വേണ്ടി കാത്തിരിക്കുന്നു സംസ്കാര ചടങ്ങ് നടത്താൻ. അവിടെയും പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് മിണ്ടാതെ പ്രാർത്ഥന മാത്രമാക്കി ചടങ്ങ് നടത്തി പോകണം എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ഗതികേടാണ്. ഇതിൽ പരം എന്ത് ഗതികേടാണ് അവർക്ക് വരാനുള്ളത്?